പ്രിയമുള്ളവരെ, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ, പിന്നീട് രാഷ്ട്രപതിയായിരുന്ന, അന്നത്തെ കാലത്ത് ഉപരാഷ്ട്രപതിയായിരുന്ന ശങ്കർ ദയാൽ ശർമ്മയെ കാണാൻ വേണ്ടിയിട്ട് ഏതാനും വൈദികർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെല്ലുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അവിടെ ഒരു കുരിശ് രൂപം കാണാനിട വന്നു. ഇപ്പോൾ ഓഫീസിൽ വേറെ ആരുമില്ല. അപ്പോൾ വൈദികർ ഒരു അന്യമതസ്ഥനായ ഉപരാഷ്ട്രപതിയുടെ പ്രധാന ഓഫീസിൽ എന്തുകൊണ്ട് കുരിശ് രൂപം എന്നൊരു ചിന്ത വന്നു. അല്പസമയത്തിന് ശേഷം അദ്ദേഹം ഓഫീസിലേക്ക് കയറി വന്നു. സംസാരത്തിനോടിടയ്ക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വൈദികർ ചോദിച്ചു, എന്താണ് അങ്ങയുടെ ഓഫീസിൽ ഈ കുരിശ് രൂപം വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം? അപ്പോൾ ഇതെന്തുകൊണ്ട് വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശർമ്മ ചോദിച്ചു, യു കാൺ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇംഗ്ലീഷിൽ. എന്നിട്ട് അതിനോടൊപ്പം ചേർത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ആൻഡ് ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം. ഈ കുരിശ് മനസ്സിലാകാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. എന്നിട്ട് ശങ്കർ ദയാൽ ശർമ്മ തൻ്റെ ഓഫീസിൽ ക്രൂശിത രൂപം വരാനായിട്ടുള്ള കഥ പറയാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം ചെയ്ത് കഴിച്ചിരുന്നു. മരുമകനും മകളും കൂടി യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് ഒരു കാർ ആക്സിഡൻറ്റിൽ ഈ മകളും മരുമകനും മരിച്ചു. കൈക്കുഞ്ഞായിരുന്ന അവരുടെ കുഞ്ഞിനെ സ്വാഭാവികമായിട്ടും വളർത്തേണ്ട ഉത്തരവാദിത്വം ശങ്കർ ദയാൽ ശർമ്മയ്ക്ക്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഈ കുഞ്ഞിനെ വളർത്താനായിട്ട് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ കുഞ്ഞ് രാത്രി ഉറക്കമില്ലാതെ കരഞ്ഞ് ബഹളമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ കൊല്ലാത്ത ചോദ്യങ്ങൾ ശർമ്മയുടെ മനസ്സിലേക്ക് വന്നു. ഈ പിഞ്ചു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ട് ഇവൻ്റെ അപ്പനെയും അമ്മയെയും ഒരു ആക്സിഡൻറ്റിലൂടെ നഷ്ടപ്പെടുത്തിയത്? എന്തിനാണ് ഈ കുഞ്ഞ് സഹിക്കുക? ഒരു തെറ്റും ചെയ്യാത്ത നിഷ്കളങ്കനായ ഈ കുഞ്ഞ് എന്തിനു സഹിക്കണം? അദ്ദേഹത്തിൻ്റെ ഈ ചോദ്യവും ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുമൊക്കെയായിട്ട് പാതിമയക്കത്തിൽ എപ്പോഴോ അദ്ദേഹം തൻ്റെ ഉദ്യോഗസ്ഥനായ ഒരു ക്രൈസ്തവൻ്റെ ക്രൂശിത രൂപം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു. ഈ ക്രൂശിത രൂപം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതൊരു വലിയൊരു പ്രചോദനമായി. ഒരു തെറ്റും ചെയ്യാത്ത ക്രിസ്തുവിനെയാണ് ക്രൂശിലേറ്റിയത് എങ്കിൽ ഞാൻ ഇതുവരെ ആരാധിക്കുന്ന വണങ്ങുന്ന ദൈവങ്ങളൊക്കെയും എനിക്ക് വേണ്ടി സഹിച്ചവനല്ല, നൊമ്പരപ്പെട്ടവനല്ല, പേടി അനുഭവിച്ചവരല്ല. പക്ഷേ ഈ ദൈവം മനുഷ്യന് വേണ്ടി പേടി അനുഭവിച്ചവനാണ്. പിന്നെ ശങ്കർ ദയാൽ ശർമ്മ അദ്ദേഹം ബൈബിളും വാങ്ങിച്ച് വായിക്കാൻ തുടങ്ങി, ക്രിസ്തുവിനെ അറിയാൻ തുടങ്ങി. പിന്നീടാണ് ക്രൂശിത രൂപം തൻ്റെ ഔദ്യോഗിക ഓഫീസിൽ സ്ഥാനം പിടിച്ചത്. ശർമ്മ ഉപരാഷ്ട്രപതിയായിരുന്ന കാലത്താണ് ഈ സംഭവം. പിന്നീട് അദ്ദേഹം രാഷ്ട്രപതിയായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ഓഫീസിൽ ഈ ക്രൂശിത രൂപം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുക. ഞാനിത് നിങ്ങളോട് പറയാനുള്ള കാരണം, ശങ്കർ ശർമ്മ ആ പുരോഹിതരോട് പറഞ്ഞ വാക്കുകൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ്. ഈ ക്രൂശ് രൂപം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഈ ക്രൂശ് രൂപം നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം. ഒരുപക്ഷെ
സീറോ മലബാർ സഭ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണവും ഇത് തന്നെയാണ്. ഈ കുരിശ് രൂപത്തെ പിടികിട്ടുന്നില്ല. അതുകൊണ്ട് മറ്റു ചില കാര്യങ്ങളൊക്കെ കുരിശാക്കി വച്ചിരിക്കുക. കുരിശിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ദുഃഖ വെള്ളിയാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേദന എന്ന് പറയുന്നത് മനുഷ്യർക്കൊക്കെ ഉള്ളതാണ്. എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വേദനകളുണ്ട്, അസ്വസ്ഥതകളുണ്ട്. ഈ വേദനകളുടെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവരാ പലപ്പോഴും. വേദനകളോടുള്ള മനുഷ്യന്റെ സമീപനങ്ങൾ വ്യത്യസ്തമാണ്. ചിലര് അവരുടെ ജീവിതത്തിലെ വേദനകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങളും കാരണങ്ങളും അന്വേഷിച്ച് നടക്കുകയാണ്. ഒരിക്കല് ഒരു വീട്ടിൽ ടോം എന്ന് പറയുന്ന ഒരു പയ്യൻ, അവനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം. അവൻ്റെ മാതാപിതാക്കന്മാർ വീട്ടിൽ പഠിക്കാൻ ഏൽപ്പിച്ചിട്ട് അവരൊരു കല്യാണത്തിന് പോയി. പോകാൻ നേരത്ത് അവൻ്റെ പപ്പ പറഞ്ഞു, നീ പാഠം കൃത്യമായിട്ട് പഠിച്ചോളണം, ടെസ്റ്റ് പേപ്പർ അടുത്ത ദിവസം ഉള്ളതാണ്, ഞാൻ വരുമ്പോൾ ചോദ്യം ചോദിക്കും, കളിച്ച് TV കണ്ടൊക്കെ നടക്കരുത് എന്ന്. അന്നത്തെ പോലെ മൊബൈലുള്ള കാലമല്ല, അതുകൊണ്ട് TV കാണരുതെന്നാണ് പറഞ്ഞത്. ഏതായാലും പപ്പയും മമ്മിയും കൂടി കല്യാണ പരിപാടിക്ക് പോയി. തിരിച്ചു വന്നു. മമ്മി അവൻ്റെ അടുക്കള കാര്യങ്ങളിലേക്ക് മമ്മി പോയി. പപ്പ പറഞ്ഞു, നീ പഠിച്ചോ? ഞാൻ പഠിച്ചു. പുസ്തകം എടുത്തുകൊണ്ട് പപ്പ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഏതായാലും അവൻ ഈ മാതാപിതാക്കന്മാർ പോയ സമയത്ത് അവൻ പഠിച്ചില്ല. നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെയാണല്ലോ, ഈ ബാധ ഒന്നൊഴിയാൻ നോക്കിയിരിക്കുക, ഒന്ന് അടിച്ചു പൊളിക്കാനായിട്ട്. ഏതായാലും ഇവൻ കളിച്ചു നടന്നു, പഠിച്ചില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നും പറയാനും പറ്റിയില്ല. ദേഷ്യം കയറിയ പപ്പ മുറ്റത്തേക്ക് ഇറങ്ങി. ഒരു പേര നിൽപ്പുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇളങ്കമ്പ് അടർത്തി അതിൻ്റെ ഇലകൾ ഊരി ഇവനിട്ട് 2 കീറ് വെച്ചു കൊടുത്തു. ഇവനാകെ കരഞ്ഞും കണ്ണു തിരുമ്മിയൊക്കെ ഓടി മമ്മിയുടെ അടുത്ത് ചെന്നു. മമ്മിയോട് എന്തി പറഞ്ഞു, മമ്മി പപ്പ എന്നെ തല്ലി. സാധാരണഗതിയിൽ അപ്പൻ മക്കളെ തല്ലിയാൽ അമ്മ ആശ്വസിപ്പിക്കും. ഈ അമ്മയും ആശ്വസിപ്പിച്ചു, മോനെ പപ്പ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ എന്നെ തല്ലിയത്. അപ്പോൾ അവൻ ചുണുങ്ങി കൊണ്ട് പറഞ്ഞു, അല്ല മമ്മി, പപ്പ എന്നെ തല്ലിയത് സ്നേഹം കൊണ്ടല്ല, പേരവടി കൊണ്ടാണ്. പപ്പ തല്ലിയത് സ്നേഹം കൊണ്ടല്ല, പേരവടി കൊണ്ടാണ്. കൊച്ചു കണ്ടെത്തിയതാ. നമ്മൾ പലപ്പോഴും ഈ ശിശുവിനെ പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളുടെ കാരണങ്ങളെയും കാരണക്കാരെയും തപ്പി ജീവിതം ഇങ്ങനെ പാഴാക്കിക്കൊണ്ടിരിക്കുക. ഒരു കൂട്ടർ അങ്ങനത്തെ. മറ്റു ചിലർ മറ്റുള്ള വേദനകളുണ്ടാകുമ്പോൾ അതിന് കാരണക്കാരായവരെ പഴിച്ചുകൊണ്ടിരിക്കും. അവൻ കാരണമാണ് എനിക്ക് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകണേ, അവൾ കാരണമാണ് എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നം. ഭർത്താവ് പറയും, ഇവളെ കെട്ടി അന്ന് തുടങ്ങി എനിക്ക് ഈ പ്രശ്നങ്ങളുള്ളതാണ്. ഭാര്യ പറയും, ഈ മനുഷ്യനെ കെട്ടി അന്ന് തുടങ്ങി എത്ര പേര് കാണാൻ വന്നതാ, എന്നിട്ട് ഇങ്ങേരെ കെട്ടിയപ്പോൾ തുടങ്ങി, ഇങ്ങേരുടെ കൂടെ പൊറുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. മക്കൾ പറയും, ഈ മാതാപിതാക്കന്മാർ കാരണമാണ് എൻ്റെ പ്രശ്നങ്ങൾ. ചിലർ പറയും, ചില വീട്ടുകാർ പറയും, എൻ്റെ അയൽവക്കക്കാർ കാരണമാണ് പ്രശ്നങ്ങൾ. മരുമക്കൾ പറയും, അമ്മായിമ്മയും അമ്മാനപ്പനും ഒക്കെയാണ് പ്രശ്നത്തിൻ്റെ കാരണം. സകല പ്രശ്നത്തിൻ്റെയും കാരണം ആരുടെയെങ്കിലുമൊക്കെ തലയിൽ വെച്ച് കെട്ടി അങ്ങനെ അവരോട് വിദ്വേഷവും പകയൊക്കെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. വേറെ ചിലർ ഈ വിദ്വേഷവും പകയും അതിന് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ഓരോ വേദനകളുണ്ടാകുമ്പോൾ പ്രതികാരദാഹവുമായിട്ടാണ് നടക്കുക. വേറെ ചിലർ അവരുടെ ജീവിതത്തിലെ വേദനകളുണ്ടാകുമ്പോൾ സ്വയം പഴിക്കുന്നവരാണ്. എൻ്റെ കുഴപ്പമാണ്, ഞാനത് അനുവദിച്ചു കൊടുത്തത് കൊണ്ടാണ്, ഞാനന്ന് ഇത്തിരി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ്, ഞാനന്ന് മിണ്ടാതിരുന്നത് കൊണ്ടാണ്, ഞാനന്ന് ഒന്നുകൂടി കർശനമായിട്ട് പിടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു.
ഞാൻ ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്തെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നു. അങ്ങനെ സ്വയം പഴിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരും അതൊരു നിരാശയിലേക്കും ഒരുപക്ഷെ ആത്മഹത്യയിലേക്കൊക്കെ എത്തിയെന്ന് വരാം. ഏതായാലും സ്വയം പഴിക്കുന്നവരൊക്കെ നീണ്ട നെടുവീർപ്പും നിരാശയുമായിട്ട് പോകും. വേറെ ചിലരുണ്ട് ഈ സഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേദനയെക്കുറിച്ച് ആലോചിച്ച് വട്ടുപിടിച്ച് നടക്കണവന്മാർ. എപ്പോഴും ഇരുന്ന് ചിന്തയാണ്, എന്താ ഈ പ്രശ്നം, ഈ പ്രശ്നത്തിനൊരു പിടിയും കിട്ടണില്ല. ഒരു പിടിയും കിട്ടാതെ ഈ ലോകത്തിലല്ലാതെ, ഈ കാലത്തിലല്ലാതെ, ഈ സാഹചര്യത്തിലല്ലാതെ ഏതോ ഒരു ലോകത്ത് ചിന്തയുമായി വട്ടുപിടിച്ച് നടക്കുന്നവരുണ്ട് വേദനകൾ ഉണ്ടാകുമ്പോൾ. വേറെ ചിലർ പകരം സംവിധാനങ്ങളെ നോക്കുന്നവർ. ഒരു വേദന ഉണ്ടാകുമ്പോൾ, ഒരു അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ആ വേദനകളെയും അസ്വസ്ഥതകളെയും മറക്കാൻ വേണ്ടി വേറെ ഏതിൻ്റെയെങ്കിലും പുറകെ പോകും. ഇപ്പോഴത്തെ പിള്ളേരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പഠിക്കാത്തതിന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കേൾക്കുക പോലുമില്ല, ഈ സാധനത്തിലിട്ട് തോണ്ടിക്കൊണ്ടിരിക്കും. അവൻ ഈ അസ്വസ്ഥതയെ മാറ്റാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയതാ ഈ സാധനം, ഈ തോണ്ടണ സാധനം. അമ്മമാരെ കണ്ടിട്ടില്ലേ? അമ്മമാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സീരിയലിൻ്റെ മുമ്പിൽ, ടി വിയുടെ മുമ്പിൽ പോയിരുന്ന് കണ്ണീർ വാർക്കും. അവിടെയുള്ള സീരിയലിലെ കഥാപാത്രങ്ങൾ നമ്മളെക്കാളും കഷ്ടപ്പാടില്ല ജീവിക്കണേ. അതുകൊണ്ട് അവർക്ക് വേണ്ടി കണ്ണീർ വാർത്ത് തൻ്റെ കണ്ണീര് മറന്നു പോകും. ആണുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി സ്മോൾ അടിച്ചോ ആരുടെയെങ്കിലും പേരത്ത് മക്കട്ട് കയറിയോ ഒക്കെ ഈ വേദനകളെ മറക്കാനായിട്ട് സൈഡ് വഴികൾ അന്വേഷിക്കുന്നവരാണ്. സാമ്പത്തിക പരാധീനതകളുള്ളവരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവർ ഈ വേദനയെ മറക്കാൻ വേണ്ടി ലോട്ടറി ടിക്കറ്റ് എടുത്ത് പ്രശ്നം തീർക്കും, കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേദനകളുണ്ടാകുമ്പോൾ മറുവഴികൾ തേടിപ്പോകുന്ന മനുഷ്യരുണ്ട്. വേറെ ചിലരുണ്ട് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അത് സമയദോഷമാണ്, വീടിൻ്റെ സ്ഥാനത്തിൻ്റെ പ്രശ്നമാണ്, ആരോ നമുക്കിട്ട് പണിതാണ്, കൂടോത്രമാണ്, ആരുടെയോ മന്ത്രവാദമാണ്, കൈവശമാണ് എന്നിങ്ങനെയൊക്കെയുള്ള ഓരോരോ കാര്യകാരണങ്ങളുടെ പുറകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. വേദനയോട്, ചുരുക്കി പറഞ്ഞാൽ വേദനകളോട് മനുഷ്യൻ്റെ സമീപനങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പക്ഷേ എന്തായിരിക്കണം ഒരു വേദനയോടുള്ള ക്രിസ്തു ശിഷ്യൻ്റെ സമീപനം? ക്രിസ്ത്യാനി വേദനയും കൊണ്ട് കർത്താവിൻ്റെ പുറകെ പോകണം എന്ന് ക്രിസ്തു പറഞ്ഞിട്ടില്ല. ക്രിസ്തു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുകയാണ്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന. അവൻ്റെ വേദന എടുത്തു വരട്ടെ എന്നല്ല പറഞ്ഞത്, അവൻ്റെ കഷ്ടപ്പാടിനെ എടുത്തു വരട്ടെ എന്നല്ല പറഞ്ഞത്, അവൻ്റെ കുരിശ് എടുത്തു വരാനാ പറഞ്ഞത്. എന്താണ് കുരിശും വേദനയും തമ്മിലുള്ള വ്യത്യാസം? വേദനയെന്ന് പറയുന്നത് ഞാൻ അനുഭവിക്കുന്ന സത്യമാണെങ്കിൽ ആ വേദനയെ ഞാൻ അംഗീകരിച്ചു കഴിയുമ്പോൾ ആ വേദന സഹനമായിട്ട് മാറി. സാധാരണക്കാരായ മനുഷ്യര് ഈ വേദനയെ സഹനമാക്കി മാറ്റുന്നവരാണ്. മാറ്റിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് പോകും. സ്വയം പഴിച്ചും അവരെ കുറ്റപ്പെടുത്തിയും പകയും വിദ്വേഷമായിട്ടും സൈഡ് ബിസിനസ് ചെയ്തുമൊക്കെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ ആ വേദനകൾ സഹനങ്ങളായിട്ട് മാറും. ക്രിസ്ത്യാനി അവിടെ നിർത്താൻ പാടില്ല. ക്രിസ്ത്യാനിയോട് സഹനവും എടുത്ത് പുറകെ പോകാനല്ല പറഞ്ഞത്, മറിച്ച് കുരിശെടുത്ത് പോകാനാണ്. അപ്പൊ വേദനയുമല്ല സഹനവുമല്ല ക്രിസ്ത്യാനി ക്രിസ്തുവിന്റെ പുറകെ പോകുമ്പോൾ ഉണ്ടാകേണ്ടത്. കുരിശാണെങ്കിൽ എന്താണ് കുരിശ്? അത് ഈ വേദനയെ അംഗീകരിച്ചു കഴിയുമ്പോൾ അത് സഹനമാകുന്നു. ആ സഹനത്തെ വിശ്വാസത്തിലൂടെ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് കുരിശായി മാറും. അപ്പോൾ വേദനയോട്, വേദന പ്ലസ് സഹകരണം, വേദനയോട് സഹകരിച്ചു കഴിയുമ്പോൾ അത് സഹനമായി. വേദന പ്ലസ് സഹകരണം ഈസ് ഈക്വൽ ടു സഹനം. സഹനത്തെ വിശ്വാസത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് കുരിശായി. സഹനത്തെ
വിശ്വാസത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ അത് കുരിശായി. അതുകൊണ്ടാണ് സഹനത്തോട്, വേദനയോട് ഒരു ക്രിസ്ത്യാനിയുടെ മനോഭാവം എന്തായിരിക്കണം എന്ന് പറയുക. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ പ്രകാരം വായിക്കുകയാണ്: ശരീരത്തിൽ പീഡകളേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കുമുണ്ടാകട്ടെ. എന്താണ്? ശരീരത്തിൽ പീഡകളേറ്റ യേശുക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്കുമുണ്ടാകട്ടെ. പത്രോസിന്റെ ലേഖനം 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. എന്താണ് ക്രിസ്തുവിന്റെ മനോഭാവം? ക്രിസ്തുവിന്റെ മനോഭാവങ്ങളിലൂടെ ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, ക്രിസ്തുവിന്റെ മനോഭാവം ക്രിസ്തു തൻ്റെ ജീവിതത്തിലേക്കുണ്ടായ വേദനകളെ അല്ലെങ്കിൽ സഹനങ്ങളെ എങ്ങനെയാണ് ഏറ്റെടുത്തത് എന്ന്. ഒരു ചെറിയ ചോദ്യം ചോദിക്കാം. ക്രിസ്തുവിൻ്റെ തോളത്ത് കുരിശ് വെച്ച് കൊടുത്തത് ആരാ? പടയാളികളാണ്, അല്ലേ? പടയാളികളാണ് ക്രിസ്തുവിൻ്റെ തോളത്ത് കുരിശ് വെച്ച് കൊടുത്തത്. പക്ഷേ ഗത്സേമൻ തോട്ടത്തില് ഈശോ പ്രാർത്ഥിച്ചത് ആരോടാ? കഴിയുമെങ്കിൽ ഈ കാസ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചത് ആരോടാ? പിതാവായ ദൈവത്തോടാ. അപ്പോ യേശുവിന്റെ തോളത്ത് കുരിശ് വെച്ചു കൊടുത്തത് പടയാളികളാണെങ്കിലും അവൻ ഏറ്റെടുത്തത് ദൈവപിതാവിന്റെ തൃക്കരങ്ങളിൽ നിന്നാണ്. ഇതാണ് ക്രിസ്തുവിന്റെ മനോഭാവം. എൻ്റെ ജീവിതത്തില് കുരിശുകൾ വെച്ചു തരുന്ന മനുഷ്യരുണ്ടാകാം, എൻ്റെ ജീവിതത്തിൽ കുരിശ് വെച്ചു തരുന്ന നേതൃത്വമുണ്ടാകാം, അധികാരികളുണ്ടാകാം, സഭാ സംവിധാനങ്ങളുണ്ടാകാം, രാഷ്ട്രീയ സംവിധാനങ്ങളുണ്ടാകാം, കാലാവസ്ഥയുടെ പ്രശ്നങ്ങളുണ്ടാകാം, പ്രകൃതി ദുരന്തങ്ങളുണ്ടാകാം. പക്ഷേ നീ ഏറ്റെടുക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ്? നീ ദൈവപിതാവിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഏറ്റെടുക്കാൻ പറ്റണം. ക്രിസ്തുവിൻ്റെ 1-ാമത്തെ മനോഭാവം ഇതാണ്. തൻ്റെ തോളത്ത് കുരിശ് വെച്ചു കൊടുത്തവനോട് ഒരു വകയുമില്ലാതെ ദൈവപിതാവിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് കുരിശ് ഏറ്റെടുത്തു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ 1-ാമത്തെ മനോഭാവം. കുറേ കാലങ്ങൾക്ക് മുമ്പ് ഫോണുകളൊക്കെ ഇത്ര പ്രചാരത്തിലില്ലാത്തൊരു കാലത്ത്, മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത്, ലാൻഡ് ഫോൺ വളരെ വളരെ വിരളമായിരുന്ന കാലം, ഒരു പക്ഷേ ഏറെ പ്രായമുള്ളവർക്ക് അറിയാം. ആ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം. അന്ന് പ്രധാനമായും എഴുത്തുകളിലൂടെയാണ് ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത്. ഒരു വീട്ടിൽ ഒരു ദമ്പതിമാർ അവരുടെ വിവാഹം കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പേ ഭർത്താവ് ഗൾഫിലേക്ക് പോവുകയുണ്ട്. ഗൾഫിലേക്ക് പോയ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് ആ മധുവിധവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയുമൊക്കെ അധികം മാറുന്നതിന് മുമ്പേ വേർപാടിൻ്റെ വിരഹത അറിഞ്ഞതുകൊണ്ട് പരസ്പരം എഴുത്തുകൾ കൈമാറുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മിക്കവാറും എഴുത്തുകൾ കൃത്യമായിട്ട് വന്നും പോയും ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ അയക്കുന്ന എഴുത്തുകൾക്ക് മറുപടിയില്ല, ഭർത്താവിൻ്റെ എഴുത്ത് ഒട്ട് വരുന്നുമില്ല. ഇവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കും. പോസ്റ്റ്മാൻ വരുന്നത് നോക്കി. പോസ്റ്റ്മാൻ വരുമ്പോൾ അടുത്ത് ചെല്ലും, കത്തുണ്ടോ? പോസ്റ്റ്മാൻ പറയില്ല. ഇങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഇവർക്ക് വിഷമമായി. ഒരെത്തും പിടിയും കിട്ടുന്നില്ല, ഒരു വിവരവുമില്ല. എന്തു പറ്റി എന്നുള്ള ആകുലതകൾ ഒരു വശത്ത്, കത്ത് കിട്ടാത്ത വേദന വേറൊരു വശത്ത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവർ ഈ പ്രതീക്ഷയൊക്കെ അറ്റിരുന്നൊരു ദിവസം ഇവർ നോക്കിയുമ്പോൾ ഈ പോസ്റ്റ്മാൻ അവരുടെ വീട്ടിലേക്ക് കയറി വരിക. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് എഴുത്തുണ്ട് എന്ന് പറഞ്ഞ് എഴുത്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എഴുത്ത് മേടിച്ചു നോക്കി. പുറവശം നോക്കിയപ്പോൾ ഭർത്താവിൻ്റേതാണ്. അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ആശയറ്റിരുന്നപ്പോഴാണ് വലിയ പ്രതീക്ഷ പോലെ
ഈ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലഡു പൊട്ടിയത്. ഈ ലഡു പൊട്ടി കഴിഞ്ഞപ്പോൾ കൺട്രോൾ പോയി. ഇവർ ആ സ്നേഹം കൊണ്ട് ചാടിക്കേറി ആ സ്നേഹത്തിൻ്റെ പ്രകടനം ഈ പോസ്റ്റ്മാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു എന്നാണ് പറയണേ. സ്നേഹത്തിൻ്റെ പ്രകടനം ഈ ഉമ്മ അർഹപ്പെട്ടത് അങ്ങ് അകലെ ഇരിക്കുന്നവനാ, കിട്ടിയത് പോസ്റ്റ്മാനാണ്. സത്യത്തിൽ ഈ പൊട്ടൽ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ വേദനകളുണ്ടാകുമ്പോൾ സംഭവിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങളെ കൊണ്ടുതരുന്ന പോസ്റ്റ്മാന്മാരോടല്ലേ നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഉടയവനുണ്ടല്ലോ, ആ ഉടയവനോട് എന്തേ പ്രതികരിക്കാത്ത? അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത്. ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കുരിശ് ഏറ്റെടുത്തത് ദൈവപിതാവിൻ്റെ തൃക്കരങ്ങളിൽ നിന്നാണ്. അത് വെച്ചു കൊടുത്തത് പടയാളികളാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സ്ത്രീ പോസ്റ്റ്മാനോട് ചെയ്തതുപോലെ ജീവിതത്തിലെ വേദനകൾ തരുന്ന മനുഷ്യരോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുക. പോസ്റ്റ്മാന്മാരോടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കണേ, ദൈവത്തോടല്ല. ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിന്ന് ഏറ്റെടുക്കാൻ സാധിക്കും. ഇതാണ് ക്രിസ്തു ശിഷ്യൻ്റെ കുരിശിനോടുള്ള ഒന്നാമത്തെ മനോഭാവമായിരിക്കേണ്ടത്. രണ്ടാമതായിട്ട് ക്രിസ്തു കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സഹനങ്ങള് ഫലം ചൂടാനുള്ളതാണ്. ബൈബിളിൽ തരുന്ന ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും എന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ പൊരുള്? ക്രിസ്തുവിൻ്റെ മനോഭാവം ഇതാണ്: സഹനങ്ങള് ഫലം ചൂടാനുള്ളതാണ്. കർഷകൻ തൻ്റെ അറയിലേക്ക് ശേഖരിച്ചു വെക്കുന്ന നെൽമണികൾ, ഇവിടെ നെല്ലിനെ കുറിച്ച് അധികം പറഞ്ഞിട്ട് കാര്യമില്ല, പച്ചക്കറിയെ കുറിച്ച് പറഞ്ഞ് നമുക്ക് കുറേയും കൂടി പിടിയിട്ടു. ഈ പച്ചക്കറിയുടെ വിത്തുകൾ സൂക്ഷിച്ച് വെയിലൊക്കെ കൊള്ളിച്ച് സൂക്ഷിച്ച് വെച്ച് കഴിയുമ്പോൾ ഈ പച്ചക്കറി വിത്തിനെ നമ്മൾ നിലമൊരുക്കി അവിടെ ഈ ചെളിയും ചാണകവും ഒക്കെ ഇട്ട് ഇളക്കി ഈ മണ്ണിൽ കൊണ്ടുപോയി വെക്കുമ്പോൾ ഈ വിത്ത് കർഷകനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ? ഞാൻ അവിടെ മുറിയിൽ സുഖമായിട്ടിരുന്നല്ലേ, എന്നെ എന്തിനാ ഈ ചെളിയിലേക്ക് ഈ മണ്ണിലേക്ക് നീ നടുക? ഞാനവിടെ സുഖമായിട്ടിരുന്നല്ലേ, എന്തിനാ എന്നെ ഈ ചെളിയിലേക്ക് ഇട്ടത്? എന്തിനാ ഈ മണ്ണിലേക്ക് വെച്ചത്? എന്തിനാ അവിടെ പുഴുത്തി വെച്ചത്? എന്തിനാ എൻ്റെ മേത്ത് വെള്ളമൊഴിച്ചത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വിത്തിനുണ്ട്. പക്ഷെ കർഷകനറിയാം, ഈ വിത്ത് അറയിലിരുന്നാൽ മുളയ്ക്കില്ല. ഇത് വെയിൽ കൊണ്ട് ഇളകിയ മണ്ണില്, ചീഞ്ഞ ഉളക്കൂറുള്ള മണ്ണില്, അളിഞ്ഞ മണ്ണിലേക്ക് ഈ വിത്ത് ചെന്നാലേ മുളയ്ക്കൂ. കർഷകന്, ദൈവത്തിനറിയാം, നിന്നെ സുഖകരമായ അവസ്ഥയിൽ ഇട്ട് കഴിഞ്ഞാൽ ഫലമുണ്ടാകില്ല. ഫലമുണ്ടാകണമോ, നീ സുഖത്തിന്റെ സുഷുപ്തിയിൽ നിന്ന് എറിയപ്പെടണം, ചെളിയിലേക്ക് എറിയപ്പെടണം, വെയിൽ കൊള്ളണം, മണ്ണിലേക്ക് പുഴുത്തപ്പെടണം, വെള്ളമൊഴിക്കപ്പെടണം. വിത്ത് പഠിപ്പിക്കുന്ന പാഠം അതാ, ഫലമണിയാനാണ് എന്ന്. മുന്തിരിവള്ളിയുടെ ഉപമ വചനം പറയുന്നുണ്ടല്ലോ. വെട്ടിയൊരുക്കുന്ന കർഷകനെ കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ടല്ലോ. പൊരുളെന്താ? ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടതാണെന്ന് തന്നെയല്ലേ. മുന്തിരിച്ചെടിയെ പഠിക്കുമ്പോഴറിയാം, മുന്തിരിച്ചെടി തള്ളവിരലിൻ്റെ മുഴുപ്പ് ഇതിൻ്റെ തണ്ടുകൾക്കായി കഴിയുമ്പോൾ നല്ല കർഷകൻ വന്നിട്ട് ഇതിനെ വെട്ടി ഒരുക്കും. പ്രൂണിങ് എന്ന് പറയും. മുന്തിരിച്ചെടിയുടെ ശാഖകൾ വെട്ടിയാൽ മാത്രമേ അത് കിളിർക്കുകയും ആ കിളിർപ്പിൽ മുന്തിരിക്കൊലകൾ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. വെട്ടുന്ന കർഷകനോട് മുന്തിരി വെട്ടറ്റു വീഴുന്ന അല്ലെങ്കിൽ വെട്ടേൽക്കുന്ന ശാഖ ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഞാനിങ്ങനെ തഴച്ചു കൊഴുത്ത് സുന്ദരനായി സുന്ദരിയായി ഇലകളൊക്കെ വിരിച്ച് ഇങ്ങനെ വിരിച്ച് നിൽക്കുന്ന സമയത്ത് എന്തിനാ ഈ ക്രൂരത എന്നോട്? എന്തിനാ എന്നെ വെട്ടുന്നത്? മുന്തിരിച്ചെടിക്ക് മനസ്സിലാകില്ല, മുന്തിരിച്ചെടിയുടെ ശാഖയ്ക്കും മനസ്സിലാകില്ല. പക്ഷെ കർഷകനറിയാം, ഈ വെട്ടുകൊടുത്താലേ ഈ മുന്തിരിച്ചെടിയിൽ നിന്ന്
ഫലമുണ്ടാകും. ചില വെട്ടുകൾ കിട്ടുമ്പോൾ, ചില അടികൾ കിട്ടുമ്പോൾ, ചില ആക്ഷേപങ്ങൾ കിട്ടുമ്പോൾ, ചില പരിഹാസങ്ങൾ കിട്ടുമ്പോൾ, ചില ഒറ്റപ്പെടലുകൾ കിട്ടുമ്പോൾ നിന്നില് ഫലമുണ്ടാകാനാണ് ക്രിസ്തു ഈ പദ്ധതി ഒരുക്കിയത് എന്ന ബോധം വേണം. വെട്ടുകിട്ടിയ കർഷകനെ തെറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വെട്ടുകിട്ടിയ കർഷകനെ തെറി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഫലമണിയാനാണ് ചില വെട്ടലുകൾ കിട്ടപ്പെടുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തെങ്ങ് ധാരാളമായിട്ടുണ്ട്. കായ്ക്കാത്ത തെങ്ങിനെ ഒന്ന് പേടിപ്പിച്ചാൽ ചിലപ്പോൾ ഫലമുണ്ടാകും. പ്ലാവ്, തെങ്ങ് എന്നിത്യാദി മരങ്ങൾ ഫലമണിയാതെ കായ്ക്കാതെ നിൽക്കുകയാണെങ്കിൽ അതിനെ വെട്ടിക്കളയാൻ ഒരു തീരുമാനമെടുക്കുകയും അത് ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പറയുകയും ചെയ്താൽ ആ മരത്തിനത് മനസ്സിലാവുകയും പിറ്റേ വർഷം അത് കൊലയ്ക്കുകയും ചെയ്യും. കായ്ക്കാതെ നിൽക്കുന്ന മരത്തെ നമ്മുടെ JCB മറ്റെന്തെങ്കിലും വെച്ച് 2 തട്ട് തട്ടി കഴിഞ്ഞാൽ പിറ്റേ വർഷം അത് കായ്ക്കും. എന്തിയെ? ചില മിരട്ട് കിട്ടിക്കഴിയുമ്പോൾ, ചില തട്ട് കിട്ടിക്കഴിയുമ്പോൾ ചിലതൊക്കെ കായ്ക്കും, ചിലരൊക്കെ കായ്ക്കും. ചില മനുഷ്യർക്ക് ചില തട്ട് കിട്ടണതും ചില തെറി കിട്ടണതും ചില ശാപങ്ങൾ കിട്ടണതും ഒക്കെ ഫലമണിയാനാണെന്ന് ഓർമ്മ വേണം. അതാണ് ക്രിസ്തു തൻ്റെ പ്രകൃതിയുടെ പാഠങ്ങളിൽ നിന്ന്, ഉപമകളിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ മനോഭാവം നമുക്ക് കിട്ടുന്ന വേദനകളും സഹനങ്ങളും ഒക്കെ ഫലമണിയാനാണ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ മനോഭാവം സഹനങ്ങള്, വേദനകള് നമുക്ക് തരുന്നത് അത് മക്കളായി സ്വീകരിച്ചത് കൊണ്ടാണ് എന്നാണ്. ഹെബ്രായരുടെ ലേഖനം 12-ാമത്തെ അധ്യായം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുകയാണ്: താൻ സ്നേഹിക്കുന്നവർക്ക് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. എന്താണ്? വെടിയുണ്ടായിരിക്കണം. താൻ സ്നേഹിക്കുന്നവരെ കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണവും പ്രഹരവും മക്കൾക്കുള്ളത്. ഒരപ്പൻ മക്കളെ തല്ലണതിന് പകരം നാട്ടിലൂടെ പോണ ഒരുത്തനെ തല്ലിക്കഴിഞ്ഞാൽ വിവരം അറിയും. മക്കളെ തല്ലിയാലോ? ഇപ്പോഴത്തെ മക്കൾ തലതിരിഞ്ഞതായതുകൊണ്ടും അവരെ തലതിരിച്ച് വളർത്തിയതുകൊണ്ടും തല്ലുകൊണ്ടെന്ന് വരും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. മക്കളായതുകൊണ്ടല്ല, മക്കളെ വളർത്തിയത് തലതിരിച്ചതായതുകൊണ്ടും മക്കൾ തലതിരിഞ്ഞു പോയതുകൊണ്ടും ചിലപ്പോൾ തല്ലുകൊള്ളും, അല്ലെങ്കിൽ തല്ലുകൊള്ളില്ല. മക്കളായി സ്വീകരിക്കുന്നതിൻ്റെ അടയാളമാണ് ക്രിസ്തുവിന് നമ്മുടെ ജീവിതത്തിൽ സഹനം ഉണ്ടാകുക. ഞാൻ പലപ്പോഴും ഈ കുടുംബ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ, ചില തിന്മകളെയൊക്കെ ബന്ധിക്കാനൊക്കെ ആയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ചില പ്രാർത്ഥനകളും ചില അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യാൻ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് ചില ബന്ധന അനുഷ്ഠാനങ്ങളൊക്കെ നടത്താൻ പറഞ്ഞു കഴിയുമ്പോൾ അവർ വിളിച്ചിട്ട് പറയും, അച്ചോ പ്രാർത്ഥിക്കണേക്ക് മുമ്പ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ പ്രശ്നം കൂടണം. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ തനതായ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം എന്ന് പറയാവുന്ന ആദ്യ വിശുദ്ധ എന്ന് പറയുന്ന അൽഫോൻസാമ്മ പറഞ്ഞത്, വെറുതെ അല്ല നിന്റെ അടുത്തേക്കൊന്നും അധികം പേര് വരാത്ത, എത്രത്തോളം നിന്നോട് അടുക്കണോ അത്രത്തോളം നീ വേദന കൂടുതൽ തരികയാണ്. വേദനയെക്കുറിച്ച് അൽഫോൻസാമ്മ പറഞ്ഞു വെച്ചതും അത് തന്നെയാണല്ലോ. ഞാൻ സ്നേഹിക്കുന്നു എന്നാ പറയാം. വേദന സ്നേഹത്തിൻ്റെ അടയാളമാണ്. മക്കളാണോ തല്ല് കിട്ടും. തല്ല് കിട്ടാതെ ഏതെങ്കിലും മക്കൾ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം ഉണ്ടാകും. അതുകൊണ്ടാണ് പഴയ കാരണവന്മാർ പറയണ, ഒന്നുള്ളെങ്കിൽ എന്തുകൊണ്ടടിക്കണം? ഓലക്കയ്ക്ക് അടിക്കണം. ഇപ്പോൾ
കാരണവന്മാരെ ഒലക്കൊക്കെ അടിക്കണം, മാറ്റി. കാരണം കൊടുക്കണില്ല. ശിക്ഷണം നൽകുകയും പ്രഹരിക്കുകയും ചെയ്യുക എന്നത് ശിക്ഷയല്ല കേട്ടോ, വാക്കുകളിൽ വ്യത്യാസമുണ്ട്. ശിക്ഷയല്ല, ശിക്ഷണമാണ്. ശിക്ഷ തെറ്റിന് പകരം കൊടുക്കുന്നതാണെങ്കിൽ ശിക്ഷണം എന്ന് പറയുന്നത് തെറ്റിനെ ഒഴിവാക്കി ജീവിക്കാനുള്ള പരിശീലനമാണ്. ദൈവം നമുക്ക് തരുന്ന ശിക്ഷയല്ല, ശിക്ഷണമാണ്. ശിക്ഷയാണ് ആർക്ക്? വിശ്വാസമില്ലാത്തവർക്ക്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വേദന ഉണ്ടാകുമ്പോൾ അത് ശിക്ഷയായിട്ടാണ് സ്വീകരിക്കണമെങ്കിൽ അവൻ ബൈബിളിന്റെ ഭാഷയിൽ ദൈവത്തിന്റെ മകനോ മകളോ അല്ല, ജാരസന്തതിയാണ്. ഇത്തിരി കടുപ്പം കൂടുന്നുണ്ടെങ്കിൽ തൂത്ത് കളഞ്ഞേക്ക്. ജാരസന്തതിയാണ് എന്ന് വെച്ചാൽ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. മക്കളാണോ ശിക്ഷണമുണ്ടാകും, മക്കളാണോ പ്രഹരമുണ്ടാകും. ശിക്ഷയല്ല, ശിക്ഷയല്ല. ശിക്ഷ നാട്ടുകാരും കോടതിയൊക്കെ തരുന്നതാണ്. ശിക്ഷണമുണ്ടാകുമെങ്കിൽ ഹെബ്രായരുടെ ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ്, എന്നെ എൻ്റെ തമ്പുരാൻ സ്വീകരിച്ചതിൻ്റെ, മക്കളായി സ്വീകരിച്ചതിൻ്റെ അടയാളമാണ് അവൻ എനിക്ക് തരുന്ന ശിക്ഷണങ്ങളെന്ന ബോധ്യത്തിൽ വേണം. ആ മനോഭാവത്തോടെ, യേശുക്രിസ്തുവിൻ്റെ മനോഭാവം അതാണ്. ഈ വേദന എൻ്റെ മകനായി സ്വീകരിച്ചതിൻ്റെ അടയാളം. അതുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ അവസാനത്തെ വാപൊളിച്ച് അല്ലെങ്കിൽ വാവിട്ട് അവിടുന്ന് പറഞ്ഞത്, അങ്ങേ തൃക്കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞവൻ ജീവൻ വെടിഞ്ഞത്. അത് അവന് കിട്ടിയ കുരിശ് അവന് പിതാവായ ദൈവം കൊടുത്ത ശിക്ഷണമാണ് എന്നവന് ഉത്തമ ബോധ്യമുണ്ടായതുകൊണ്ട് മക്കളായി സ്വീകരിച്ചതിൻ്റെ ആ ആർദ്രതയിലാണ് ക്രിസ്തു മരണത്തിലേക്ക് അടുത്തത് എന്നർത്ഥം. അപ്പോൾ മൂന്നാമതായിട്ട് മക്കളായി സ്വീകരിച്ചതിൻ്റെ അടയാളമാണ് ശിക്ഷണവും പ്രഹരവും. നാലാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ വേദനകൾ ഉണ്ടാകുന്നത് അത് പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിക്കുകയാണ്, പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരത ലഭിക്കും, അങ്ങനെ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരും പൂർണ്ണരുമായി തീരും. പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് സ്ഥിരത ലഭിക്കും, അങ്ങനെ നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരും പൂർണ്ണരുമാകും. പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ചില സഹനങ്ങൾ അനുവദിച്ചു തരിക, പൂർണ്ണതയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്തിയെ നമ്മൾ മക്കൾക്ക് സൈക്കിള് ചോദിച്ചാൽ കൊടുക്കാത്തത്? അത് കൊടുത്തു കഴിഞ്ഞാൽ അസമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൂർണ്ണതയ്ക്കല്ല വൈകല്യത്തിലേക്കാണ് പോകുന്നത് എന്നറിയാവുന്നതുകൊണ്ട്. മക്കൾക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കാൻ മാതാപിതാക്കന്മാർ വൈമനസ്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൽ ഈ അടുത്ത കാലത്ത് ഇൻഷുറൻസ് കമ്പനികൾ ഒരു വിലയിരുത്തൽ നടത്തുകയുണ്ടായി. കുട്ടികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് 18 വയസ്സിൽ കൊടുക്കാതെ 25 വയസ്സിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്താൽ ഇൻഷുറൻസിൻ്റെ തുക വല്ലാതെ കുറയ്ക്കാൻ പറ്റും. കാരണം 18-നും 25 വയസ്സിനും ഇടയിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുകയും നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ അസമയത്ത് കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? ഇതിന് പൂർണ്ണതയുണ്ടാകില്ലെന്ന് മാത്രമല്ല, ഇതിന് അപൂർണതയുണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. ചില ശിക്ഷണങ്ങൾ, ചില കാര്യങ്ങൾ ദൈവം നമുക്ക് തരാത്തത് പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് നമ്മളെ യാക്കോബിൻ്റെ ലേഖനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അഞ്ചാമതായിട്ട് സഹനങ്ങൾ, വേദനകൾ നമുക്ക് തരിക യേശുവിനെ പോലെ ആകാനാണ്. പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ്, യേശുക്രിസ്തുവിനോട്
ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. എന്താണ്? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും എന്ന് വെച്ചാൽ അതിനെ ഒന്ന് മറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാനും ഉദ്ദേശിക്കുന്നില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പീഡനം ഉണ്ടാകില്ല. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ, വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചാൽ പീഡിപ്പിക്കപ്പെടും. ആ പീഡനം അവനിൽ നിന്ന് തന്നെ ഉണ്ടാകും, അവൻ്റെ കുടുംബത്തിൽ നിന്നുണ്ടാകും. അവനിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിൽ നിന്നുണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ പ്രവാചകൻ നാട്ടിൽ അംഗീകരിക്കപ്പെടില്ലെന്ന് നാട്ടിൽ നിന്നുണ്ടാകുമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അധികാരികളിൽ നിന്നുണ്ടാകും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ പീഡിപ്പിക്കൽ ഉണ്ടാകുമ്പോൾ ഓർക്കണം, വിശുദ്ധ ജീവിതം നയിക്കാൻ, ക്രിസ്തുവിനെ പോലെ ജീവിക്കാനായിട്ടാണ് നമുക്ക് പീഡകൾ തരുന്നതെന്ന്. രോഗങ്ങളുണ്ടാകുമ്പോൾ, പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ കുരിശാക്കി മാറ്റുമ്പോൾ സഹനമല്ല, വേദനയെ സഹനമായിട്ടല്ല കുരിശാക്കി മാറ്റുമ്പോൾ അത് വിശ്വാസത്തിലുള്ള സ്വീകാര്യതയാണ്. അങ്ങനെ വരുമ്പോൾ ഞാനും യേശുവിനെ പോലെയാകും. കാരണം അത് യേശുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതത്തിൽ നയിക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്നതാണ്. 6, ക്രിസ്ത്യാനിയാകണോ സഹിച്ചേ പറ്റൂ. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. ഞാനത് പ്രസംഗത്തിനിടയ്ക്ക് ആമുഖത്തിൽ സൂചിപ്പിച്ചതാണ്. ക്രിസ്ത്യാനിയാണോ അവൻ പീഡിപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ അവൻ കുരിശെടുക്കണം. അതുതന്നെയാണ് ബൈബിൾ പറയുക. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ സ്വപ്നങ്ങളല്ല, നമ്മുടെ പദ്ധതികളല്ല, നമ്മുടെ വികാരങ്ങളല്ല, നമ്മുടെ വിചാരങ്ങളല്ല. സ്വയം പരിത്യജിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ വികാരവും നമ്മുടെ ചിന്തയും നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ നിലപാടും നമ്മുടെ ന്യായീകരണങ്ങളും നമ്മുടെ തർക്കങ്ങളും നമ്മുടെ വിതർക്കങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് അവൻ്റെ കുരിശെടുത്ത് പോകേണ്ടതുണ്ട് എന്ന് സാരം. ക്രിസ്ത്യാനിയാകണോ സ്വയം പരിത്യജിക്കണം, എന്നിട്ട് കുരിശെടുത്ത് പോകണം. നിന്റേതായതൊക്കെ മാറ്റണം. അതുകൊണ്ടാണല്ലോ കുരിശിൻ്റെ ആകൃതി എങ്ങനെയാ? ഇംഗ്ലീഷ് ഭാഷയിൽ ഞാൻ എന്ന വാക്ക് ഒറ്റ അക്ഷരത്തിൽ നിർത്തണം. എങ്ങനെയാ? എന്താന്ന് അക്ഷരം? ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുന്തറാണ്ടങ്ങളല്ലേ നിങ്ങൾ? എന്താ അക്ഷരം? ഞാൻ എന്ന വാക്കിന് ഇത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ, മലയാളം അറിഞ്ഞൂടാ, എന്തൊട്ട് കുന്ത അറിയാവുന്നേ? എന്താ അക്ഷരം? എന്താ? ഐ. ഈ ഐക്കിട്ടൊരു വെട്ടു കൊടുത്തു നോക്കി, കുരിശായില്ലേ? കുരിശായോ? അയ്യെ ഒന്ന് വെട്ടിയാൽ കുരിശായി. എന്നെ വെട്ടുമ്പോഴാണ് ഞാൻ എന്ന ഭാവത്തെ, അഹത്തെ വെട്ടുമ്പോഴാണ് കുരിശാകുക. അതുകൊണ്ടാണ് ക്രിസ്തു കൃത്യമായിട്ട് പറഞ്ഞത്, നീ സ്വയം പരിത്യജിച്ച് നിന്റെ കുരിശ് എടുത്ത് കൊണ്ടുപോവാ. നിന്നെ വെട്ടണം. ആര് വെട്ടും? നാട്ടുകാർ വെട്ടാൻ ഇടയാകണേക്ക് മുമ്പ് സ്വയം വെട്ടണം. അത് ക്രിസ്ത്യാനിയാകാനുള്ള മാനദണ്ഡമാണ്. സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് പോവുക. 7-ാമതായിട്ട് സ്നേഹത്തിൻ്റെ അടയാളമാണ് കുരിശ്. സ്നേഹിക്കുമ്പോഴൊക്കെ ഈ ത്യാഗം അതിൻ്റെ അകത്തുണ്ടാകും. ഒരു കുഞ്ഞുദാഹരണം പറഞ്ഞാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ഭർത്താവ് ഒരു ദിവസം വന്നിട്ട് ഭാര്യയോട് പറയുകയാണ്, എടി ഇന്ന് ജോലി കഴിഞ്ഞ് പോരുന്ന വഴിക്കാണ് നിന്റെ ബർത്ത്ഡേ ആണ് എന്നോർത്തത്, അതുകൊണ്ട് ഞാൻ കയറി 2 എണ്ണം കൂടുതൽ അടിച്ചു നിന്നുള്ള സ്നേഹം കൊണ്ട് എന്ന് പറഞ്ഞാലോ? അത് കേട്ട് കഴിയുമ്പോൾ നമ്മൾ 2 അടി അടിക്കും അല്ലേ? അതിൻ്റെ അകത്ത് സ്നേഹമുണ്ടോ?
എന്നോട് വിരോധം വയ്ക്കണ്ട, നിങ്ങൾ എന്നോടല്ല സ്നേഹക്കുറവാണെങ്കിൽ. എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒരാൾ കൂടുതൽ ആഘോഷിച്ചു എന്നോ കൂടുതൽ അർമാദിച്ചു എന്നോ കേൾക്കുമ്പോൾ അതിൻ്റെ അകത്ത് സ്നേഹമില്ല. നേരെ മറിച്ച് സ്ഥിരം മദ്യപിക്കുന്ന ഭർത്താവ് വന്നിട്ട് ഭാര്യയോട് പറയാണ്, എടീ ഇന്ന് നിന്റെ ബർത്ത്ഡേ ആണെന്ന് പോരുന്ന വഴിക്ക് ഓർത്തു, അതുകൊണ്ട് നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാനിന്ന് കഴിച്ചില്ല കേട്ടോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് സ്നേഹത്തിൻ്റെ ആർദ്രതയും ഊഷ്മളതയും നമ്മൾ തിരിച്ചറിയും, അല്ലേ? സഹനമാണ് സ്നേഹത്തിൻ്റെ അളവ് പോലെ. സഹനമാണ് സ്നേഹത്തിൻ്റെ അളവ് പോലെ. എനിക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നയാള് എത്ര സഹിക്കാൻ തയ്യാറുണ്ട്, അതാണ് സ്നേഹത്തിൻ്റെ അളവുകോലായിട്ട് മാറുക. നീ നിന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ ദുഃഖവെള്ളിയാഴ്ച നീ നടത്തുന്ന പരിഹാര പ്രദക്ഷിണങ്ങളോ പരിഹാര പരിപാടികളോ ഭക്ഷണം വേണ്ടെന്ന് വെപ്പോ പ്രാർത്ഥനകളോ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിന്റെ ജീവിതത്തില് സഹനങ്ങളെ ഏറ്റെടുക്കാനായിട്ട്, നൊമ്പരങ്ങളെ ഏറ്റെടുക്കാനായിട്ട്, കുരിശേറ്റെടുക്കാനായിട്ട് നീ തയ്യാറാകുമ്പോൾ ക്രിസ്തു പറയും, ശരിയാ, അവന് എന്നോട് സ്നേഹമുണ്ട്. ഇന്നത്തെ ഈ ദിവസം കഴിയുമ്പോൾ എനിക്ക് പറ്റൂല ഈ കുരിശ് വഹിക്കാൻ, എനിക്ക് പറ്റില്ല ഈ ബുദ്ധിമുട്ട് താങ്ങാൻ, എനിക്ക് പറ്റില്ല ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ, എനിക്ക് പറ്റില്ല ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടാൻ. ഇതൊക്കെ പറയുമ്പോൾ നീ പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ നിന്നോടെനിക്കൊരു സ്നേഹമില്ല, നിന്നോടെനിക്കൊരു സ്നേഹമില്ല. പ്രിയമുള്ളവരെ, സ്നേഹത്തിൻ്റെ അടയാളമാണ്. ക്രിസ്തു ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ട് തന്നെയാണ് അവൻ ആ കുരിശേറ്റെടുത്തതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കുരിശേറ്റെടുക്കുന്നത് ഞാൻ എൻ്റെ പൊന്നു തമ്പുരാനോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്ന് സാരം. എട്ടാമതായിട്ട് ക്രിസ്തുവിനെ സഹായിക്കലാണ് കുരിശേറ്റെടുക്കൽ. ക്രിസ്തുവിനെ സഹായിക്കൽ. ക്രിസ്തുവിന് സഹായം ആവശ്യമുണ്ടോ? ക്രിസ്തുവിന് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടോ? ഉണ്ടെന്നാണ് പറയുക. ക്രിസ്തുവിനെ സഹായിക്കുക. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പൗലോസ് ശ്ലീഹ കുറിച്ചു വയ്ക്കുകയാണ്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഒരിക്കൽ കൂടി വായിക്കാം. സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. പൗലോസ് ശ്ലീഹയ്ക്ക് ദുരിതങ്ങളും വേദനകളും ഉണ്ടായപ്പോഴാണ് പൗലോസ് ശ്ലീഹ ഇത് പറയുന്നത്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമായ സഭയ്ക്ക് സഭയേൽക്കേണ്ട പീഡകളുടെ കുറവാണ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങള് തൻ്റെ ശരീരമാകുന്ന ഈ സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ചെയ്തത്. പക്ഷേ ഈ സഭ അശുദ്ധിയിലേക്ക് പോകുമ്പോൾ, തമ്മിത്തല്ലിലേക്ക് പോകുമ്പോൾ, അടിയലുകളിലേക്ക് പോകുമ്പോൾ, വിശ്വാസികൾ ചിതറപ്പെടുമ്പോൾ, ആടുകൾ ചിതറുമ്പോൾ, ഇടയന്മാർക്ക് വഴിതെറ്റുമ്പോൾ ശരീരത്തില് ക്രിസ്തുവിന്റെ സഹനത്തില് കുറവുണ്ടായി എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് തിരിച്ചറിയേണ്ട കാലമാണിത്. ഇടയന്മാർക്ക് തെറ്റുപറ്റുമ്പോൾ, അത് വലിയ ഇടയനായിക്കോട്ടെ ചെറിയ ഇടയനായിക്കോട്ടെ, ഇടയന്മാർക്ക് തെറ്റുപറ്റുമ്പോൾ, ആടുകൾക്ക് തെറ്റുപറ്റുമ്പോൾ, അടിസ്ഥാനപരമായി സഭയുടെ ശരീരമാണ് അവഹേളിക്കപ്പെടുക, ക്രിസ്തുവാണ് വേദനിക്കപ്പെടുക. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേറ്റ വേദനകളുടെ കുറവ് പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പഴയ കാലങ്ങളിൽ അമ്മമാരും അപ്പന്മാരും ഒക്കെ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് മുട്ടിൽ തയമ്പുണ്ടാകുമായിരുന്നു. കൊന്ത ഉരുട്ടുന്ന കൈകളുടെ തള്ളവിരലിൽ തയമ്പുണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സഭാപീഡനങ്ങളൊക്കെ നടക്കുമ്പോഴും രക്തസാക്ഷികളുടെ ചുടുനണത്തില് സഭ വളക്കൂറിൽ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന്
ആ പ്രാർത്ഥനയുടെ സഹനത്തിൻ്റെ തയപ്പില്ലാതെ പോയതാണ് ഇന്ന് സഭ വേദനിക്കാൻ, സോഷ്യൽ മീഡിയകളിലൂടെ നാറ്റിക്കാൻ, സ്വയം നാറ്റിക്കാൻ, മലന്നു കിടന്ന് തുപ്പാനൊക്കെ വിശ്വാസികളും അവിശ്വാസികളും ഇടവരുത്തുന്നത് എന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്നാ പഠിക്കുക? സഭയുടെ അധികാരികൾക്ക്, സഭയിലെ ആടുകൾക്ക് തെറ്റുപറ്റുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ പീഡകളുടെ കുറവ് ഞാൻ പരിഹരിക്കാത്തത് കൊണ്ടാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് പൗലോസ് കൃത്യമായിട്ട് പറയുന്നത്, സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. എന്നോട് ആദ്യകാലങ്ങളിൽ പ്രസംഗവും ധ്യാനത്തിനുമൊക്കെ പോകുമ്പോൾ വല്ലാത്ത ഭയം ഉണ്ടാകുമായിരുന്നു. എന്നോട് വീട്ടിലുള്ളവരും മറ്റ് ആത്മബന്ധമുള്ള ചിലരുമൊക്കെ പറയും, അച്ഛൻ ധൈര്യമായിട്ട് പൊക്കോ, അച്ഛൻ പോയിട്ട് തിരിച്ചു വരുന്നത് വരെ അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആ പ്രാർത്ഥനയുടെ കരുത്ത് അൾത്താരയിൽ കയറി നിൽക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. കാണാപ്പാടം പഠിച്ചിട്ടൊന്നുമല്ല പ്രസംഗം പറയും, ദൈവിക ശക്തി നമ്മിലേക്ക് വന്നിട്ട് അതിനനുസരിച്ചാണ് പ്രസംഗം പറയുന്നത്. അത് കാരണം പ്രഘോഷണമാകുക. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി സഹിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അത് അതിൻ്റെ വിജയമായിട്ട് മാറും. നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ മലയാള സംസ്കൃതിയിൽ അങ്ങനെ ഒരു ചിന്ത പഴയ കാലത്ത് രൂഢമൂലമായിരുന്നു. പഴയ ആളുകൾ അവരുടെ ചോരയിലലിഞ്ഞ സിനിമയാണ് ചെമ്മീൻ, അല്ലേ? ചെമ്മീൻ സിനിമയുടെ ഇതിവൃത്തത്തിൻ്റെ അടിസ്ഥാന ഭാവം എന്താ? കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവൻ്റെ ജീവിതത്തിൽ വിശ്വസ്തത പുലർത്തേണ്ട ജീവിത പങ്കാളി കരയിൽ അവിശ്വസ്തത കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുക്കുവൻ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതിൻ്റെ ആ ചരിത്ര, ആ ഒരു തത്വചിന്തയിലാണ് ആ സിനിമ പോവുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏതെങ്കിലും വൈദികനോ ഏതെങ്കിലും മെത്രാനോ ഏതെങ്കിലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ജോലിക്ക് പോയ മക്കളോ ഒക്കെ പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ, തിന്മകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒറ്റ ഉത്തരവുള്ളൂ, വീട്ടിലിരിക്കുന്നവരുടെ സഹനത്തിൻ്റെ കുറവാണ് അവർക്ക് കാലിടറുന്നത് എന്നാണ്. ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച തമ്പുരാന്റെ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ ഈ ചിന്തയുണ്ടാകണം. ഏതാണ് ഈ സഭയാകുന്ന തൻ്റെ ശരീരത്തിൻ്റെ കുറവ് പ്രതി ക്രിസ്തു സഹിച്ച പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഇടവകയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ നാടിന് വേണ്ടിയിട്ട്, എൻ്റെ മകന് വേണ്ടിയിട്ട്, എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് എന്ത് പീഡയേക്കാൻ നീ തയ്യാറാണ്? അതാണ് ഈ എട്ടാമതായിട്ട് നമ്മുടെ മുമ്പിൽ തന്നെ. ഒമ്പതാമതായിട്ട്, ഇത് പീഡകളുണ്ടാകുന്നത്, വേദനകളുണ്ടാകുന്നത് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, ശുദ്ധീകരണത്തിന്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചേട്ടത്തിമാരുടെ കഴുത്തേലും കാതയിലേക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്വർണം ഇങ്ങനെ കടന്ന് തൂക്കിയിട്ടും കിടക്കും. എന്നാൽ ഈ സ്വർണത്തിന് പകരം ഇരുമ്പിൻ്റെ മാല ആണെങ്കിൽ ഇത്രയും കാശ് മുടക്കില്ല. എൻ്റെ ഇരുമ്പിൻ്റെ മാല ആരും തൂക്കിയിടാത്ത? ഇനി ഇരുമ്പിന് ഇത്തിരി വെയിറ്റ് കൂടുതലാണെന്ന് വിചാരിക്കാം, അലൂമിനിയം ആണെങ്കിൽ ഇത്തിരി വെയിറ്റ് കുറവാണല്ലോ, അത് കാശും കുറവാണ്. എന്നാൽ പിന്നെ അലൂമിനിയത്തിൻ്റെ ആയിക്കൂടെ, എന്ത് ഇടാത്ത? അതൊന്നും അത്ര വിലപിടിപ്പില്ലാത്തതാണ്. കാരണം അതത്രയൊന്നും ശുദ്ധീകരിക്കാത്തതാണ്. ശുദ്ധീകരിക്കാത്തതിന് വിലപിടിപ്പ് കുറവാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതം നയിക്കുന്ന നമ്മുടെ ആത്മായ സഹോദരങ്ങൾക്കിടയിൽ ചില പ്രാർത്ഥനാ ചൈതന്യമുള്ള വിശ്വാസിയുടെ അടുത്ത് നമ്മളൊന്ന് പോയി പ്രാർത്ഥിക്കും.
ഒന്ന് പ്രാർത്ഥിക്കാൻ പറയും, ചേച്ചി ഒന്ന് പ്രാർത്ഥിക്കണം, ചേട്ടാ ഒന്ന് പ്രാർത്ഥിക്കണം, പരീക്ഷയാണ് എന്നൊക്കെ മക്കൾ പറയും. എന്തുകൊണ്ടാ? ആ മനുഷ്യരെ പ്രാർത്ഥിക്കുന്നവരായതുകൊണ്ട്. പ്രാർത്ഥിക്കാത്ത പിശാചിനോട് ആരെങ്കിലും വന്ന് പറയുമോ പ്രാർത്ഥിക്കണമെന്ന്? ചെയ്യൂല എന്നറിയാം. പിന്നെ എന്തിനാ പറയണേ? ശുദ്ധീകരിക്കപ്പെട്ടതിന് വിലയുണ്ട്. സ്വർണം എന്ന് പറയുന്നത് ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകുന്നതാണ്. ഏറെ ശുദ്ധീകരണ പ്രക്രിയകളിലൂടെ കടന്ന് അഗ്നിയിലൂടെ കടന്ന് ആസിഡിലൂടെയും കടന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ശുദ്ധീകരണ പ്രക്രിയ പൂർത്തിയാക്കുക. അങ്ങനെ ശുദ്ധീകരണത്തിന്റെ ഗ്രേഡ് അനുസരിച്ചാണ് ക്യാരറ്റ് കൂടി എന്നൊക്കെ പറയുക. പിന്നെ മാർക്ക് മാറുന്നതും ഒക്കെ എപ്പോഴാണ്? ശുദ്ധീകരണം കൂടിയുമ്പോഴാണ്. ഈ സഹനത്തിലൂടെ, ഈ തീയിലൂടെ, ഈ ആസിഡിന്റെ പൊള്ളലിലൂടെ ഈ സ്വർണം കടന്നു പോകുമ്പോഴാണ് അത് ശുദ്ധീകരിക്കുക, അത് വിലയുള്ളതായിട്ട് മാറുക. നീ നിന്റെ ജീവിതത്തില് സഹനത്തിന്റെ തീച്ചൂളയിലൂടെ നീ കടന്നു പോകുമ്പോഴാണ് നീ ശുദ്ധീകരിക്കപ്പെടുക. നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, പീഡകളിലൂടെ കടന്നു പോകുമ്പോൾ, സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, കുരിശുകൊണ്ട് കടന്നു പോകുമ്പോൾ നീ ശുദ്ധീകരിക്കപ്പെടും. നീ വിലയുള്ളവനായിട്ട് മാറും. എവിടെയാ വില ഉണ്ടാവണേ? ഈ ലോകത്തിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞു വെച്ചത്, അഗ്നിയിൽ ശോധന ചെയ്യും. നീ പുല്ലുകൊണ്ടും വൈക്കോൽ കൊണ്ടും കെട്ടിപ്പടുത്തതൊക്കെ കത്തിച്ചാരമായി തീരും. അഗ്നിയിൽ സ്ഫുടം ചെയ്യുമ്പോൾ അവസാന വിധിയുടെ സമയത്ത് നീ ഉണ്ടാക്കിയ പുണ്യങ്ങള് അത് അഗ്നിയിൽ കൂടുതൽ തേജസ്സോടെ വരും. അങ്ങനെ വരുമ്പോൾ നീ നിത്യസൗഭാഗ്യത്തിന് യോഗ്യനായിത്തീരും. അഗ്നിയിൽ ശോധന ചെയ്യുമ്പോൾ നീ കരുതി വെച്ചതൊക്കെ പുല്ലും വൈക്കോലുമാകും എന്നോർക്കേണ്ടതുണ്ട്. ഈ ദുഃഖവെള്ളിയാഴ്ച ശോധന ചെയ്ത് ശുദ്ധീകരിച്ച് വിലയുള്ളതാക്കി മാറ്റലാണ് ഓരോ സഹനപ്രക്രിയയും എന്ന് സാരം. 10ാമതായിട്ട് സഹനങ്ങള്, വേദനകള് ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഈ ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികൾ ഈ നമ്മുടെ ഗാഗുൽത്തയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിന് മുള വെട്ടിക്കൊണ്ടുവന്നപ്പോൾ നല്ല മഞ്ഞപ്പുള്ള, കാണാൻ ഭംഗിയുള്ള നല്ല മുള. ഞാൻ ചോദിച്ചു, എടാ ഇത് നല്ല ഭംഗിയുള്ള മുളയാണല്ലോ. അവർ പറഞ്ഞു, അച്ഛാ ഇതിന് കാഴ്ചയ്ക്കുള്ള പവർ മാത്രമേ ഉള്ളൂ. 2-3 ദിവസം കഴിയുമ്പോൾ ഇത് വളഞ്ഞു പോകും. 2 ആഴ്ച കഴിയുമ്പോൾ ഇത് കുത്തിപ്പോവും. അത്രേ ഉള്ളൂ, കാഴ്ചയ്ക്കുള്ള ഗമ്യേ ഉള്ളൂ. അപ്പോൾ കേട്ടുനിന്ന വേറൊരുത്തൻ പറഞ്ഞു, അച്ചോ ഇത് കല്ലൻ മുളയാണെങ്കിൽ നല്ല ബലമുള്ളതാണ്. ഇത് വളയോ പൊളയോ ഇല്ലെങ്കിൽ ഇതിനെ വെട്ടി പരുവപ്പെടുത്തി അതിന് ഇരുമ്പ് കമ്പി ചൂടാക്കി അതിനെ ചില ഓട്ടകളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഇതൊരു ഓടക്കുഴലാക്കി മാറ്റാൻ പറ്റും. സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മുളങ്കമ്പിനെ ഓടക്കുഴലാക്കി രൂപാന്തരപ്പെടുത്താൻ പറ്റും. നിന്റെ ജീവിതം സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശ്രേഷ്ഠതയുള്ള ഒന്നാക്കി മാറ്റാൻ പറ്റും എന്നാണ് അർത്ഥം. ഓടക്കുഴൽ തരുന്ന പാഠം അതാണ്. നിന്റെ ജീവിതത്തെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ ജീവിതം കൂടുതൽ ശ്രേഷ്ഠമാകും എന്നുള്ളത് തന്നെയാണ്. 11ാമതായിട്ട്, സമയം അതിക്രമിച്ചുകൊണ്ട് നിർത്തുക. 11ാമതായിട്ട് ദൈവത്തിലേക്ക് തിരിയാനാണ് വേദനകൾ തരിക. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പൗരോഹിത്യ ജീവിതം ഞാൻ ആരംഭിച്ചത് മലയാറ്റൂർ അടുത്ത് കൊറ്റമം എന്ന് പറയുന്ന പള്ളിയിൽ. അന്ന് ഇന്നത്തെ പള്ളിമേടയല്ല, പഴയ പള്ളിമേടയാണ്. ഈ മച്ചൊക്കെയുള്ള 2 നില പള്ളിമേട, നമ്മുടെ മുട്ടത്തൊക്കെ ഉള്ളതുപോലെ. അപ്പോൾ ഈ പള്ളിമേടയുടെ മുകളിലാണ് വികാരി അച്ഛനും കൊച്ചച്ഛനും ഒക്കെ താമസിക്കും. ഇതിൻ്റെ അടുത്ത് ഒരു പ്രിയൊരു മാവ് നിൽപ്പുണ്ടായി. ആ മാവൊക്കെ വെട്ടിക്കളയും. അടുത്ത ദിവസം പോയിപ്പോൾ അതൊന്നും കാണാനില്ല. ഈ മാവ് പുളി കുറഞ്ഞ മാങ്ങയാണ്, പച്ചയ്ക്ക് തിന്നാൻ നല്ല ടേസ്റ്റാണ്. പിള്ളേർ വികാരി അച്ഛൻ കർശനക്കാരനായതുകൊണ്ട് പിള്ളേർ
ഇത് പറിക്കാതെ പരമാവധി നോക്കും. എന്നാലും കാണാതെ എന്തെങ്കിലുമൊക്കെ സംവിധാനം ഉണ്ടോ എന്ന് നോക്കി ഇവർ പറിക്കും. അങ്ങനെ ഇവർ ഈ മാങ്ങ പറിക്കയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അച്ഛനത് ഇടയ്ക്ക് കണ്ടെത്തും. കുറച്ച് കഴിഞ്ഞ് ഈ മാങ്ങയൊക്കെ മൂത്ത് പഴുത്തു തുടങ്ങിയപ്പോൾ വികാരി അച്ഛന് ഒരു കുസൃതി തോന്നി. അച്ഛൻ ഈ മാങ്ങയൊക്കെ കുറച്ച് പറിച്ചു കൊണ്ടുവന്ന് പഴുപ്പിച്ചു വെച്ചു. അച്ഛൻ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന ഒരു ശൈലിയുണ്ട്. അത് നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഉച്ചയ്ക്ക് ഉറക്കമുണ്ട്, അത് കൃത്യസമയമുണ്ട്. അപ്പോൾ ഉറക്കത്തിൻ്റെ സമയത്ത് അച്ഛൻ എന്തായാലും വരില്ല. ഈ സമയം നോക്കി പിള്ളേർ ഒരു 3-4 പേര് വന്ന് മാങ്ങ പൊട്ടിക്കാനായിട്ട് കൊഴു എന്ന് പറയും, ഈ മരത്തിൻ്റെ കോല് ഒക്കെ ഒടിച്ച് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉന്നം പിടിച്ച് എറിയാം. ഏറ് മൂത്തു പല ഏറെ എറിഞ്ഞിട്ടും മാങ്ങ വീഴുന്നില്ല. കാരണം മിക്കവാറും ഒക്കെ അച്ഛൻ പറിച്ചു. പിന്നെ ഇനി അവിടെ ഇവിടെയൊക്കെ ഓരോന്നേ ഉള്ളൂ. അപ്പോൾ ഈ മാവ് നല്ല തഴച്ച് നിൽക്കുക, ഇല കണ്ടമാനമുണ്ട്. മുകളിൽ വികാരിച്ച് നിൽപ്പുണ്ട്, അച്ഛനെ കാണാൻ പറ്റില്ല പിള്ളേർക്ക്. അപ്പം അച്ഛനൊരു കുസൃതി തോന്നി, ഒരു മാങ്ങ താഴത്തേക്കിട്ടു. മാങ്ങ താഴത്തേക്കിട്ടപ്പോൾ 3-4 പേരുണ്ട് ഈ ഏറിന്. ഒരുത്തൻ പറഞ്ഞു, ഞാൻ എറിഞ്ഞപ്പോൾ വീണ മാങ്ങ അതെൻ്റെ മാങ്ങ. മറ്റവൻ പറഞ്ഞു, അല്ല, അത് ഞാൻ എറിഞ്ഞ മാങ്ങ അതെൻ്റെ മാങ്ങ. അടി കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ വിചാരിച്ചു, ഒരു മാങ്ങ കിട്ടിയിട്ടല്ലേ ഈ പ്രശ്നം, നമുക്ക് ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തേക്കാം എന്നോർത്ത് ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ വേറൊരുത്തൻ പറഞ്ഞു, അത് ഞാൻ എറിഞ്ഞ മാങ്ങ. പ്രശ്നമായി. ഇനിയിപ്പോൾ എന്താ പരിഹാരം? അച്ഛൻ ഈ തർക്കം മൂത്ത് നിൽക്കുമ്പോൾ അച്ഛനൊരു മാങ്ങ എടുത്ത് ഒരുത്തൻ്റെ തലക്കിട്ടൊരു ഏറെടുത്തു. തലക്കിട്ട് എറിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ഇത് ഏറ് മനഃപൂർവ്വം ആരെ എറിഞ്ഞതാണ്. അപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോൾ അച്ഛനൊരു അവധിയെ ഓഞ്ഞ ചിരിയും ചിരിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം അച്ഛന് സന്തോഷമായി, ഞാനാണ് മാങ്ങിയിട്ടെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് പിടികിട്ടിയില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്നറിയാവോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം സമൃദ്ധമായി മഴപ്പെയ്ത്ത് പോലെ മാങ്ങപ്പെയ്ത്ത് പോലെ ദൈവാനുഗ്രഹങ്ങൾ നമ്മളുള്ള ചോദിച്ചും ചോദിക്കാതെയും തരുമ്പോഴൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ല. ഇതെൻ്റെ കഴിവ് കൊണ്ട്, ഇത് അന്നത്തെ സാഹചര്യം കൊണ്ട്, ഇത് ഈ പ്രത്യേകത കൊണ്ട് സംഭവിച്ചതാ എന്നൊക്കെ ഓർത്ത് നമ്മൾ തമ്മിത്തല്ലിയും കലഹിച്ചും അഹങ്കരിച്ചും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്കൊരു ഏറ് തലയ്ക്ക് കിട്ടിക്കഴിയുമ്പോൾ നീ മേലോട്ട് നോക്കൂ. ചില അടി കിട്ടണതും ചില ഏറ് കിട്ടണതും ഒക്കെ നിന്നെ അനുഗ്രഹിക്കുന്ന തമ്പുരാനെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. തമ്പുരാനിലേക്ക് കണ്ണുകൾ ഉയർത്താനാണ് നിനക്ക് സഹനങ്ങൾ ഉണ്ടാകുന്നത് എന്നർത്ഥം. പിള്ളേരെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന കാലം അതാ, പരീക്ഷയ്ക്ക് പോകുമ്പോഴല്ലേ. വേദനകളുണ്ടാകുമ്പോൾ, സഹനങ്ങളുണ്ടാകുമ്പോൾ, ഭയങ്ങളുണ്ടാകുമ്പോൾ ആണ് തമ്പുരാനെ നോക്കുള്ളൂ. ഒന്ന് മുകളിലേക്ക് നോക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദുഃഖവെള്ളിയാഴ്ച 1 മണിക്കൂറായി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങിയിട്ട്, കൃത്യം 1 മണിക്കൂർ. ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുമ്പോൾ ഇതൊരു ധ്യാനം മാത്രമാകാതെ, ഒരു വികാര പ്രകടനമായി മാറാതെ ജീവിതത്തിൻ്റെ പാഠമായി കർത്താവിൻ്റെ കുരിശിനെ മാറ്റേണ്ടതുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന, ഞാനുണ്ടാക്കുന്നതോ മറ്റുള്ളവരുണ്ടാക്കുന്നതോ ഈ പ്രപഞ്ചമുണ്ടാക്കുന്നതോ നാട്ടുകാരുണ്ടാക്കുന്നതോ ആരും ഉണ്ടാക്കുന്നതായിക്കോട്ടെ, ഞാൻ അനുഭവിക്കുന്ന വേദനകളെ സ്വീകരിച്ചുകൊണ്ട് സഹനങ്ങളാക്കി മാറ്റാനും ആ സഹനങ്ങളെ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റെടുത്തുകൊണ്ട് കുരിശാക്കി മാറ്റാനും അങ്ങനെ ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാനുമുള്ള കൃപ ഈ ദുഃഖവെള്ളിയാഴ്ചത്തെ ഈ തിരുകർമ്മങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ദുഃഖവെള്ളി ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്നത് പോലെ ഗുഡ് ഫ്രൈഡേ, നല്ല വെള്ളിയാഴ്ചയാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.